ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് നണ്ടിൻ്റെ ഒരു നല്ല പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു റോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/2 കിലോ ക്രാബാട്ടോ എടുത്തിട്ടുള്ളത്, നണ്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പം മണലോ അങ്ങനത്തെ ചെളിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലുള്ള ഇതൊക്കെ നന്നായിട്ട് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. നണ്ടൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്കതിലേക്ക് വേറെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ പെപ്പർ പൗഡറാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എരിവ് എന്ന് പറഞ്ഞാൽ. നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു ഹാൻഡ്ഫുൾ, ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും ചുവന്നുള്ളി എടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു വലിയ സവാള, അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ 2 സവാള എടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി കേട്ടോ, മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം ആ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി നോക്കണം കേട്ടോ, മൂടി തുറന്നിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ, അതുവരെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതുപോലെ ഞാൻ ചെറിയ ടീസ്പൂണിലായിട്ട് എടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണാണ്, അത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ആ ചുവപ്പ് കളറിൽ കാണുന്നതും കഴിക്കുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ പെപ്പർ ഒഴിവാക്കാതെ പോലെ പച്ചമുളക് കുറച്ചിട്ട് മുളക് പൊടി എരിവിന് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എരിവും ഇതൊക്കെ ഓരോരുത്തർക്കും പല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉണ്ടോ ഏകദേശം ഞണ്ടിൻ്റെ ആ ഒരു അതേ ഒരു ലെവലിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റോളം വേവ് ഉണ്ടാവും കേട്ടോ ഞണ്ടിന്. 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഞണ്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വറ്റി നല്ല ലെവലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല 1-ാം പാൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അതിന്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.